അതിലേറെ സൗഭാഗ്യമെന്തു വേറെ കൂട്ടാനമ്മയുണ്ടെങ്കിൽ അതിലേറെ സൗഭാഗ്യമെന്തു വേറെ ആയിരം തിരുവോണ സദ്യയെക്കാളും ആ സ്നേഹ സാമീപ്യം മതിയാകുമേ കൂട്ടാനമ്മയുണ്ടെങ്കിൽ അതിലേറെ സൗഭാഗ്യമെന്തു വേറെ. സംഹാരം ശിവൻ അങ്ങനെയാണല്ലോ. അത് സ്ഥിതി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ നിലനിർത്തുക, നമ്മളെ സാമ്പത്തികമായിട്ട് നമ്മൾ നിലനിർത്തുക, നമുക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് ദേവനാണ് വിഷ്ണു. ആ വിഷ്ണു ലക്ഷ്മിയോട് കൂടി നിൽക്കുമ്പോൾ ലക്ഷ്മി എന്നുള്ളത് ധനമാണ്. അതായത് ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നമനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി സമേതനായിട്ടുള്ള ഒരു വൈഷ്ണവ രൂപം നമ്മളിവിടെ പൂജിക്കുമ്പോൾ നമ്മളെന്താ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പിറന്നാൾ ദിവസം ചെയ്യുമ്പോൾ നമ്മളൊരു ആ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സങ്കല്പം അതിലുണ്ട്. അതായത് ആ പിറന്നാളുകാരിക്കും ആ കുടുംബത്തിനും ഒക്കെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുക, ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുക, ഈ ദൈവാധീനം ഉണ്ടാവുക എന്നുള്ളൊരു സങ്കല്പമാണ്. क्षुद्रघण्टानिनादाभिरामं चलत्ताण्डवोत्तण्डवत्पद्मतालं लसत्तुन्दिलाङ्गोपरिव्यालहारं गणाधीशमीशानसूनुं तमीडे गणाधीशमीशानसूनुं तमीडे ध्वनित्वं सवीणालयोलासिवक्त्रं स्फुरच्चुण्डदण्डोलसद्बीजपूरं गलद्गर्भसौगन्ध्यलोलालिमालं गणाधीशमीशानसूनुं तमीडे गणाधीशमीशानसूनुं तमीडे.
वज्रवल्लरी दृश्यमूलो चलद्भ्रूलता विभ्रमभ्राजदक्षं मरुत्सुन्दरी चामरै सेव्यमानं गणाधीशमीशानसूनुं तमीडे गणाधीशमीशानसूनुं तमीडे स्फुरन्निष्ठुरालोलपिङ्गाक्षितारं कृपाकोमलोदारलीलावतारं कलाबिन्दुगङ्गीयते योगिवर्ये गणाधीशमीशानसूनुं तमीडे गणाधीशमीशानसूनुं तमीडे यमेकाक्षरं निर्मलं निर्विकल्पं गुणातीतमानन्दमाकारशून्यं परं पारमोङ्कारमानाय गर्भं वदन्ति प्रगल्भं पुराणं तमीडे वदन्ति प्रगल्भं पुराणं तमीडे चिदानन्दसान्द्राय शान्ताय तुभ्यं नमो विश्वकर्त्रे च हर्त्रे च तुभ्यं नमोऽनन्तलीलाय कैवल्यभासे नमो विश्वबीजप्रसीदेश सूनो नमो विश्वबीजप्रसीदेश सूनो வாழ்வின் மொழியே காலம் முழுதும் உன்னை ரசிப்பேன் ஆசை மழையே பேசும் அழகே என்னை மறந்து உன்னை இசைப்பேன் உனக்காக இனி நானும் வாழ்வேன் பிள்ளையே திருக்கோவில் மணி போல ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരും എണീച്ചെന്ന് ഒരു മൗന പ്രാർത്ഥന ഒരു സെക്കൻഡ്. അപ്പോൾ അമ്മ ഞങ്ങളുടെ അമ്മേനെ കുറിച്ചിട്ട് ഞാൻ ഒരു 2 വാക്ക് പറയണം. 1935 ജൂലൈ മാസത്തിലാണ് അമ്മ ജനിച്ചത്. വെണ്ടൂർ എന്ന് പറഞ്ഞ വെണ്ടൂർ പച്ചിലിപ്പുറം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഒരു വലിയ കർഷകൻ്റെ മകളായിട്ടാണ് ജനിച്ചത്. ഇവർ 6 പേരുണ്ടായിരുന്നു. അമ്മ 5ാമത്തെ മകളായിട്ട്. അമ്മയ്ക്ക് 3 സഹോദരിമാരും ഒരു സഹോദരനും പിന്നെ അതിന് താഴെ ഒരു സഹോദരിയാണ് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ആരും ഇപ്പം ഇല്ല. ബാക്കി ഇപ്പോൾ അമ്മ മാത്രമാണുള്ളത്. ചെറുപ്പകാലങ്ങളിൽ ഇവർ വലിയൊരു കർഷക കുടുംബത്തിലായതുകൊണ്ട് ഇവർ ആരും അധികം പഠിക്കാനൊന്നും പോകാനുള്ള കാരണം എന്താ വെച്ചാൽ വളരെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടുന്ന് ഇവർ പഠിക്കണമെങ്കിൽ പുതുക്കാട് എന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കണം. അപ്പോൾ നടന്നു പോകണം. അപ്പോൾ അവിടെയൊക്കെ നടന്നു പോകണമെങ്കിൽ ഈ ചെറിയ വഴികളും ബസ്സൊന്നുമില്ല. അന്ന് ബസ്സിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യം 5ാം ക്ലാസ് വരെയാണ് അമ്മ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കൃഷിപ്പണി അതൊക്കെ ആയിട്ട് ഇവർക്ക് കള്ളായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഇവരെല്ലാവരും കാലത്ത് പോകും.
അപ്പോൾ കൃഷിപ്പണിയായിരുന്നു ഇവർ മെയിനായിട്ടുള്ള ഇവരുടെ ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇവര് എന്നും കൃഷിപ്പണിയായിട്ട് സംബന്ധിച്ച് എല്ലാവരും കള്ളായിക്ക് പോകും. എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് പെൺകുട്ടികൾ ആരും അങ്ങനെ പഠിക്കാൻ പോകുന്ന ഒരു സന്ദർഭമല്ല. ഇന്നൊക്കെ ആണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം അമ്മയുടെ സഹോദരൻ നല്ല രീതിയിൽ പഠിച്ചു. അത് ഭയങ്കര അതിശയമാണ്. ആ ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് പുതുക്കാട് എന്ന് പറഞ്ഞ സ്കൂളിലാണ് മാമൻ പഠിച്ചത്. അവിടുന്ന് 7-8 കിലോമീറ്റർ നടന്നു പോകണം. അത് കഴിഞ്ഞിട്ട് മാമൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ട് അന്നത്തെ കാലത്ത് കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് BEd പാസ്സായത്. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പഠിക്കണേ അമ്മയുടെ അച്ഛന് അറിയാം, പഠിപ്പിക്കേണ്ടതൊക്കെ അറിയാം. പക്ഷെ ഈ പെൺകുട്ടികളായതുകൊണ്ട് മാത്രമാണ് ഇവര് അങ്ങനെ പഠിക്കാനായിട്ട് വിടാതിരുന്നത്. ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 1954 അമ്മയുടെ വിവാഹം കഴിഞ്ഞു. മച്ചാട്ട് നാരായണൻ എന്ന് പറഞ്ഞ ആള് വിവാഹം കഴിച്ചത്. അതിൽ 5 മക്കളുണ്ട്. ഞാനതിൽ 3ാമത്തെ ആളാണ്. ബാക്കി എൻ്റെ മൂത്തത് 2 സഹോദരിമാരും പിന്നെ 2 സഹോദരന്മാരാണ് ഉള്ളത്. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും ഈ കള്ളായി എന്ന് പറഞ്ഞിട്ടുള്ള കഥകളാണ് പറയാനുള്ളത്. എല്ലാ പിള്ളേരോടും ഇവിടെ പറയും കള്ളായിത്തെ കഥകൾ. ഒരു പ്രാവശ്യമല്ല, കുറേ പ്രാവശ്യം പറയും കള്ളായി കഥകൾ. അതുപോലെ തന്നെ കുറേ നാൾ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ എറണാകുളത്തായതുകൊണ്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ബാബുവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുപ്പം മുതൽ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് ജയകൃഷ്ണൻ. അവനെ LKG മുതൽ ഡിഗ്രി വരെ പഠിച്ച് ഇന്ന് അവരൊരു ഡോക്ടറായി. അപ്പോൾ അവനായിട്ടാണ് ഭയങ്കര കൂടുതൽ സ്നേഹം. അവനെ ചെറുപ്പം മുതൽ ഇങ്ങനെ കൊണ്ടു നടക്കലാണ്. അവനും അതുപോലെ തന്നെയാണ്. ബാക്കിയുള്ള മക്കളെക്കാളും കൂടുതൽ സ്നേഹം അവനോടാണ്. പിന്നെ ഇന്നിപ്പം അമ്മയ്ക്ക് മക്കളുടെ മക്കളായി, അവർക്ക് പേരമക്കളായി അവരെയൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇനിയും കൂടുതൽ ചെറുമക്കളെയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ചടങ്ങിലൂടെ സംബന്ധിക്കാൻ വന്ന പിറന്നാൾ ആഘോഷത്തിന് വന്നിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമസ്കരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നിലവിളക്ക് കൊടുത്ത് നമുക്കിതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം നിർവഹിക്കാം. പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാ ഞാൻ അർപ്പിക്കട്ടെ. ഒരുപാട് നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗ
ദിനമല്ലോ എന്റെ ജന്മം. പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ. ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാ ഞാൻ അർപ്പിക്കട്ടെ. ഒരുപാട് നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ. പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. ഒരു 100 പൊൻതിരിക്കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി. ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി. ഇത് പുണ്യമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. ഒന്നു കാണാൻ എന്നുള്ളിൽ തുടിച്ചു, അതിലേഴു വർണ്ണമൊഴുകി. ഒന്നു മിണ്ടാൻ എന്നുള്ളം കൊതിച്ചു, അതു മാറി വില്ലിനഴകായി. മഴവില്ലിൻ നിറമേഴും കന്നിമഴയായി പെയ്യുമ്പോൾ ഇതു സ്വപ്നമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവാ പ്രിയ നിമിഷം. അന്നു നീ എൻ്റെ അരികിൽ വന്നു, അനുരാഗ സന്ധ്യ വിരിഞ്ഞു. മുത്തുവീണന്റെ മനം നിറഞ്ഞു, മധുചന്ദ്രലേഖ ചിരിച്ചു. വിടരുന്നു, നിറയുന്നു, പുതുമുകുളം തളിക്കുന്നു. ഇതു വർണ്ണ സുഗന്ധ സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. ഒരു 100 പൊൻതിരിക്കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി. ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി. ഇത് പുണ്യമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. ഒരു 100 പൊൻതിരിക്കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി. ലലലാ ലലാ 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 La 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 la. ലലലാ ലലാ 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 La 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 la.